മധ്യപൂർവേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ വീണ്ടും അസ്ഥിരമാക്കുന്ന പുതിയ നീക്കവുമായി അമേരിക്ക രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായ മുജ്തബ ഖമേനി അടക്കമുള്ള ഉന്നത സൈനിക രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ കുറിച്ച് വിശ്വാസ്യതയുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് $10 മില്യൺ, അതായത് ഏകദേശം 93 കോടി രൂപ വരെ പ്രതിഫലം പ്രഖ്യാപിച്ചിരിക്കുകയാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. ലോകമെമ്പാടുമുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്ന് അമേരിക്ക ആരോപിക്കുന്ന ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനോട് ബന്ധപ്പെട്ട 10 ഉന്നത നേതാക്കളെയാണ് ഈ പ്രഖ്യാപനം ലക്ഷ്യമിടുന്നത്. ഫെബ്രുവരി 28-ന് നടന്ന സംയുക്ത US ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിനു പിന്നാലെ മുജ്തബ ഖമേനി അധികാരത്തിലെത്തിയ സാഹചര്യത്തിലാണ് ഈ നീക്കം. ആക്രമണത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട് എന്ന സൂചനകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും അധികാരമേറ്റ ശേഷം അദ്ദേഹം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. മാത്രമല്ല, വിവരം നൽകുന്നവർക്ക് സാമ്പത്തിക പ്രതിഫലത്തോടൊപ്പം അമേരിക്കയിൽ സുരക്ഷിതമായ പുനരധിവാസത്തിനുള്ള അവസരവും വാഗ്ദാനം ചെയ്യുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ സുരക്ഷാ സംവിധാനത്തിലെ പ്രധാന വ്യക്തികളായ അലി ലാൽജാനി, ഇസ്മായിൽ ഖത്തീബ്, എസ്കന്ദർ മൊമേനി തുടങ്ങിയവരും അമേരിക്കയുടെ ലക്ഷ്യപ്പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. മധ്യപൂർവേഷ്യയിലെ രാഷ്ട്രീയവും സൈനികവുമായ സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ ഈ പ്രഖ്യാപനം ഒരു സാധാരണ പ്രഖ്യാപനം എന്ന നിലയിൽ മാത്രം വിലയിരുത്താൻ കഴിയില്ല. അതിനപ്പുറം ഇറാന്റെ ഭരണകേന്ദ്രത്തിനെതിരായ പുതിയ സമ്മർദ്ദ നീക്കമായിട്ടാണ് ലോകം ഇതിനെ വീക്ഷിക്കുന്നത്. 1979-ലെ ഇസ്ലാമിക് വിപ്ലവത്തിനു ശേഷം രൂപീകരിച്ച ഈ സൈനിക വിഭാഗം പരമോന്നത നേതാവിനോട് കൂറുള്ളവരും ഷിയ പുരോഹിത ഭരണകൂടത്തെ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ടവരുമാണ്. ഫെബ്രുവരി 28-ന് സംയുക്ത US ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ അലി ഖമേനിയും മറ്റു മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് മുജ്തബ ഖമേനി ഇറാന്റെ പരമോന്നത നേതാവായി സ്ഥാനമേറ്റത്. ആക്രമണത്തിൽ പരിക്കേറ്റതായി വിശ്വസിക്കപ്പെടുന്ന മുജ്തബ ഖമേനി ഇതുവരെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എങ്കിലും വ്യാഴാഴ്ച തന്റെ ആദ്യ പ്രസ്താവന പുറത്തുവിട്ടിരുന്നു. മുജ്തബ ഖമേനി പരിക്കേറ്റ അവസ്ഥയിലാണെന്നും മിക്കവാറും വിരൂപനാക്കപ്പെട്ടിട്ടുണ്ടാകാമെന്നുമാണ് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് അവകാശപ്പെട്ടത്. ഇറാന്റെ നേതൃത്വം ഭൂഗർഭറകളിൽ ഭീതിയോടെ ഒളിച്ചിരിക്കുകയാണെന്ന് US പ്രതിരോധ സെക്രട്ടറി അവകാശപ്പെട്ടിരുന്നുവെങ്കിലും വെള്ളിയാഴ്ച ടെഹ്റാനിൽ നടന്ന ഒരു റാലിയിൽ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിക്കുമൊപ്പം ലാർജാനി പങ്കെടുക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ ദൃശ്യങ്ങൾ റോയിട്ടേഴ്സ് അടക്കമുള്ള വാർത്താ ഏജൻസികൾ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കമാൻഡറും ഡിഫൻസ് കൗൺസിൽ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള മറ്റ് 4 ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളും വെബ്സൈറ്റിലുണ്ടെങ്കിലും ഇവരുടെ പേരുകളോ ചിത്രങ്ങളോ ഉൾപ്പെടുത്തിയിട്ടില്ല. ലോകമെമ്പാടും ഭീകര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന IRGCയുടെ വിവിധ വിഭാഗങ്ങളെ നയിക്കുന്നത് ഈ വ്യക്തികളാണ് എന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വാദമുണ്ട്. വിവരങ്ങൾ നൽകുന്നവർക്ക് പ്രതിഫലത്തിന് പുറമെ സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് പുനരധിവാസവും നൽകുമെന്നാണ് US അറിയിച്ചിരിക്കുന്നത്. US പൗരന്മാരുടെ മരണത്തിനിടയാക്കിയ ആക്രമണങ്ങൾക്ക് ഉത്തരവാദികൾ IRGC ആണെന്ന് ആരോപിച്ച് അമേരിക്ക ഈ സംഘടനയെ വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ 2020-ൽ ഇറാനിയൻ കമാൻഡർ ഖാസിം സുലൈമാനിയെ വധിച്ചതിന് പ്രതികാരമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും മറ്റു US ഉദ്യോഗസ്ഥർക്കുമെതിരെ ഇറാൻ വധശ്രമങ്ങൾ ആസൂത്രണം ചെയ്തതായും വാഷിംഗ്ടൺ ആരോപിക്കുന്നുണ്ട്. അമേരിക്കയുടെ ഈ പ്രഖ്യാപനം ഒറ്റപ്പെട്ടൊരു സുരക്ഷാ നടപടിയായി മാത്രം കാണാനാവില്ല. മധ്യപൂർവേഷ്യയിലെ ശക്തി സമവാക്യങ്ങൾ മാറ്റിമറിക്കാൻ ലക്ഷ്യമിട്ട ഒരു വലിയ രാഷ്ട്രീയ സൈനിക തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഇറാന്റെ അധികാര കേന്ദ്രങ്ങളെ നേരിട്ട് ലക്ഷ്യമിടുന്ന രീതിയിൽ ഉന്നത നേതാക്കളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് വൻ പ്രതിഫലം പ്രഖ്യാപിക്കുന്നത് വാഷിംഗ്ടൺ ടെഹ്റാൻ ബന്ധം പുതിയൊരു തീവ്രഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ലോകവ്യാപകമായ ആക്രമണങ്ങളും ഭീകര പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്യുന്നു എന്നതാണ് അമേരിക്കയുടെ ആരോപണം. അതേസമയം അമേരിക്ക രാഷ്ട്രീയ സമ്മർദ്ദം വർദ്ധിപ്പിക്കാനാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളും നടപടികളും സ്വീകരിക്കുന്നതെന്നതാണ് ഇറാൻ പറയുന്നത്. മുജ്തബ ഖമേനി അധികാരത്തിലെത്തിയതിനു പിന്നാലെ തന്നെ അദ്ദേഹത്തെ ലക്ഷ്യമിട്ട് ഇത്തരമൊരു പ്രഖ്യാപനം വരുന്നത് ഇറാന്റെ പുതിയ നേതൃത്വത്തോട് അമേരിക്ക കാണിക്കുന്ന അവിശ്വാസവും ഭീഷണിയും വ്യക്തമാക്കുന്നു. ഒരു വശത്ത് രഹസ്യാന്വേഷണ സമ്മർദ്ദം, മറുവശത്ത് സൈനിക സജ്ജീകരണം. ഈ ഇരട്ട നീക്കങ്ങളിലൂടെ ഇറാനെ നിയന്ത്രിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്ന വിലയിരുത്തലുകളും ശക്തമാണ്. അതുകൊണ്ട് തന്നെ 92 കോടി രൂപയുടെ പ്രതിഫലം പ്രഖ്യാപനം ഒരു സാധാരണ വാർത്തയല്ല. അത് മധ്യപൂർവേഷ്യയിലെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ പുതിയ അധ്യായമാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ഇനിയും ഏത് ദിശയിലേക്ക് വളരുമെന്നത് ലോകം ഉറ്റുനോക്കുകയാണ്.